നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ XT വേൾഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നല്ല, അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീഡിയോ വെക്കും. അത് ഞാൻ ഓഫ്ലൈനായിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അത് നിങ്ങളെ കാണിക്കുന്നില്ല, ഞാൻ ചീറ്റിംഗ് ഒന്നും ചെയ്തില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മൈനിങ്ങിന് പോകാൻ പോവാണ്. നമ്മൾ മൈനിങ്ങിന് പോകും. കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ബട്ട് അതിൻ്റെ ഇത് ക്രാഷായിപ്പോയി. അതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല. അതിൻ്റെ ബാക്കി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളായിരുന്നു. അതുകൊണ്ട് സോറി. ഇന്നത്തെ ഇതിൽ ഞാൻ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റാർട്ടിങ് സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലത്തെ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമുക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞാൻ ഈ ആദ്യത്തെ പുതിയ ഇൻട്രോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇൻട്രോ എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയുക. നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുക. ഓക്കെ ഗൈസ്, നമ്മൾ ചെറിയ ഡെഫ്യൂസ് പോകുന്നുണ്ട്. ഇപ്പോഴും അത് പോയിട്ടില്ല, എന്നാലും വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മൾ ബ്ലാക്ക് സ്മിത്ത് ഫുൾ എക്സ്പ്ലോർ ചെയ്താൽ സോഡ് ഇത് നമ്മൾ നോക്കിയതാ. ഞാൻ പറഞ്ഞില്ലേ ഇത് ആരൊക്കെ എൻ്റെ വീട്ടിൽ കയറി ഡാൻസ് ചെയ്യുന്നു. ബ്ലാക്ക് സ്മിത്ത് അല്ല, ബ്ലാക്ക് സ്മിത്ത് കാണിച്ചിരിക്കുന്നു. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നോക്കിയത് ഈ ബണ്ടിലുണ്ട്. അത് നമ്മൾ നോക്കിയതാണ്. ബ്ലാക്ക് സ്മിത്ത് നമുക്ക് വൈകാതെ തന്നെ മൈനിങ് ഏരിയയിലോട്ടുള്ള ഫീൽ നോക്കാം. ഇല്ലല്ലോ, മൈനിങ് ഏരിയയിലോട്ടുള്ള പണി നോക്കാം. ആദ്യം ഞാൻ കുറച്ച് ടോർച്ച് ആക്കിയിട്ട് ഈ ഡയമണ്ട് ഞാൻ ഇന്നലെ ഒരു ബ്ലാക്ക് സ്മിത്ത് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, നമ്മൾ 32 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് മൈനിങ്ങിന് പോകാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ പിക്കാസ് എടുത്ത് മൈനിങ്ങിന് പോകാം. നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മുടെ മൈനിങ് ഏരിയ. നമുക്ക് മൈനിങ്ങിന് പോകാം. ഓക്കെ, നമ്മുടെ സ്റ്റോണിങ് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഒരു ക്ലിക്ക് പോലെ ബട്ടൺ അങ്ങ് ഞെക്കിയാൽ പോലെ ഒന്ന് ചെയ്യുക ഗൈസ്. എല്ലാവരും എളുപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് ഗ്രനേഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് ഗൈസ് ഇത് ഇരുട്ടിയിട്ടുണ്ട്. നമുക്ക് ടോർച്ച് വെക്കാം ഗൈസ്. കേവ് വൈകാതെ തന്നെ നമുക്കൊരു കേവ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ ചാകും. മറ്റൊരു കാര്യം കേവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പോസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ചാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ലൂട്ടെല്ലാം പോകും. അത് പോവാതെ ക്രീപ്പ് ഇൻവെൻട്രി ആക്കി വെക്കാൻ വേണ്ടിയാണ് ഞാൻ പോസ് ചെയ്തത്. അത് ഓൺ ആക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ ചത്താലും നമ്മുടെ കയ്യിലുള്ള ലൂട്ട് പോകത്തില്ല. ഞാൻ കുറച്ച് ബിഗിനറാണ്. ഞാൻ കളിക്കട്ടെ, അത്യാവശ്യം കാര്യം എന്നാലും കളിക്കും. ചെറുക്കൻ ഇവൻ ചെറുക്കൻ തന്നെ. നമുക്ക് ഇവനെ കൊന്നേക്കാം. ഇവൻ ചെറുക്കൻ, ഇവനാണ് ചെറുക്കൻ. അവൻ്റെ വലിയ ആള് കളിക്കാതെ ബാബു വാട്സാപ്പ് ഞാൻ വരാൻ നോക്കുന്നുണ്ട്. നമുക്ക് താഴത്തെ വാങ്ങി കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ബഗ്ഗാണ്. ചെറിയില്ല, ചത്തും തോന്നുന്നു. ഇല്ല ചത്ത് എന്ത് പറ്റി? അവനെ കാണുന്നില്ല. ടോർച്ച് ഇവിടെ വെക്കാം. പോട്ടെ. ഇല്ലേ ഗായ്സ്, ഒരുപാട് ഇങ്ങനെയൊക്കെ. ഇവനാണ് ചോർക്കൻ്റെ കാര്യം പറഞ്ഞത്. അവനെ കൊന്നിട്ടുണ്ട്. വേറെ ഒരുത്തനുണ്ട് പൊട്ടൻ. ആ പൊട്ടനും കൂടെ കൊല്ലും ഗൈസ്. കാണുന്നില്ല ഗൈസ്. ഓക്കെ, അവനെയും കൂടെ കൊന്നിട്ടുണ്ട്. വേറെ ഒരുത്തമ്മ മുന്നേ ഞാനൊരു ടോർച്ച് വെക്കട്ടെ ഗൈസ്. ടോർച്ച്. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ കേവ് ഗായ്സ്. നമുക്ക് വേണ്ടി ഇവിടെ കുറച്ച് ആയതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗായ്സ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇത് ചെറിയ കേവാണോ ഗൈസ്? വാട്ട് എ മിനി കേവ്. നമുക്ക് കുറച്ച് അയണൊക്കെ എടുത്തുകൊണ്ട് പോകാം. മാന്താം. നമുക്ക് കുറച്ച് അയണൊക്കെ ഇരിക്കട്ടെ. നമുക്ക് ഷീൽഡ് ആർമറൊക്കെ ആയി. നമുക്ക് ഷീൽഡിൻ്റെ കുറവുണ്ടായിരുന്നു.
ഷീൽഡിന് വേണ്ടിയുള്ള അയണായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ടോർച്ച് വെച്ച് പോകും. കോപ്പർ ഉണ്ട്, കോപ്പർ ഇരിക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ വെർഷനിലൊക്കെ കുഷ്യൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ കുഷ്യൻ്റെ അപ്ഡേറ്റിലല്ലേ ഞാൻ കളിക്കുന്നത്, മറ്റേ കോപ്പർ ടൂൾസ് ആൻഡ് ആർമർ, അതിൻ്റെ ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് ഡീപ് സ്ലൈറ്റിൻ്റെ ലെവലുണ്ട് ഗൈസ്. എൻ്റെ പോലെ സെറ്റ് കേവേ. നമുക്ക് ഈ അയൺ ഒന്ന് എടുക്കട്ടെ. ഇത് പിന്നെ എടുത്തോളാം ഗൈസ്. ഇവിടെ കുറച്ച് ഗോൾഡ് ഉണ്ട്, ഗോൾഡ് ആണ്. ഞാൻ സ്റ്റോൺ ഗൈസ്, നമുക്ക് അങ്ങനെ ഫൈനലി ഗോൾഡ് വരെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഡയമണ്ട്സ് ആണ് വേണ്ടത്. ഡയമണ്ട്സ് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ മൈനിങ്ങിന് ചെയ്യും ഗൈസ്. ചെറിയൊരു ലാഗ് ഉണ്ട്, അതുകൊണ്ട് സോറി, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ്. മാമൻ എന്നാ ഞാനിപ്പോൾ ചെറുത് കണ്ട അവൻ അപ്പോൾ ചെറുക്കൻ പിന്നെ ചെറുക്കൻ ഇവനൊക്കെ ഉള്ളു. നമുക്ക് റീസ്പോൺ ആവാം. രാത്രിയാണ്. ഗൈസ്, നമ്മൾ കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ അയൺ എടുത്ത് നമുക്ക് സ്മെൽറ്റ് ചെയ്യും. 9 അയൺ. എന്തിയുടെ നമ്മുടെ ഫർണസ് ക്രാഫ്റ്റ് ബ്ലാക്ക് ആയിട്ട് ഫർണസ് 11 ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ. എന്തിനാ 11? നമുക്ക് വീടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാം ഗൈസ്. ഫർണസ് ഒക്കെ വെക്ക്. നമ്മുടെ അയണും പിന്നെ ഫ്യൂവലായിട്ട് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗോൾഡ് ഓക്കെ. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം ഗൈസ്. നമ്മുടെ കയ്യിൽ അയൺ ഉണ്ടല്ലേ, അയണും കൊണ്ട് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് നമ്മൾ ഉണ്ടാക്കണം. വുഡുകൊണ്ട് അയണുണ്ട്. ഷീൽഡ് 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 നമുക്ക് കണ്ടിട്ടുണ്ട്. എനിക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. നമ്മുടെ റൈറ്റ് ഹാൻഡിലല്ല ഷീൽഡ് ഇരിക്കുന്നത്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഷീൽഡ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ പണിയില്ലേ, മാറെൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഉറങ്ങും എൻ്റെ വീട്ടിൽ. നൈറ്റ് ആയില്ല. ഓ ഗൈസ്, നൈറ്റ് ആവുന്നതേ ഉള്ളൂ ഗൈസ്. എന്നാലും നീ എണീറ്റ്. ഇനി വയലൻസ് ആണ് ഓക്കെ ഗൈസ്. നമ്മളങ്ങനെ എണീറ്റിട്ടുണ്ട് ഗൈസ്. ഞാനെന്താ പോസ് ചെയ്യാത്ത ഇടയ്ക്ക് ഞാനിങ്ങനെ മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ പോസ് ചെയ്യാവില്ല. കാരണം നമ്മുടെ വീഡിയോ ക്രാഷ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെ സംഭവിച്ച പോലെ ഇന്നലെ പോസ് ചെയ്തുകൊണ്ടാണ് ഗൈസ് വീഡിയോ ക്രാഷ് ആയി പോയത്. അത് ഞങ്ങൾക്ക് ആ ഫുള്ളും കിട്ടിയേ. ഇത് ഇതാണ് ഇവിടെ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്. ചെസ്റ്റ് പ്ലേറ്റ് പാർട്ട് നമ്മുടെ ഹാൻഡിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനമാണ് ചെസ്റ്റ് പ്ലേറ്റ്. പക്ഷേ ഈ വില്ലേജ് ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല ഗൈസ്. ഗൈസ് ഇവിടെ ഒരു ഐസ് ബയോമൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിനി സിൽക്ക് ടച്ച് പിക്കാസൊക്കെ ആയിട്ട് നമ്മൾ സ്പൈഡറിനെ കൊന്നാലും നമുക്ക് സ്ട്രിങ് ഇടും. ചില ക്യാറ്റ്സിനെയും കൊന്നാലും നമുക്ക് കിട്ടും. ദാണ്ട പൂച്ച കണ്ടേ, ഞാൻ പറഞ്ഞില്ലേ 2 സ്ട്രിങ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചൂണ്ട ഉണ്ടാക്കാം. ചൂണ്ട ഉണ്ടാക്കിയിട്ട് മീൻ പിടിക്കാൻ പോവാം. നമുക്ക് ഫിഷ് ഫാമൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അതെ ഗൈസ്, നമ്മുടെ ഷെൽട്ടർ, വീടല്ല ഷെൽട്ടർ. ഞാൻ പറ്റുവാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വീടുണ്ടാക്കാം ഗൈസ്. നമുക്കിനി എൻ്റെ കയ്യിൽ മൊത്തം ലൂട്ട് ചെയ്ത് വെക്കാൻ ചെസ്റ്റ് പോലും ഇല്ല. എന്നാൽ ഈ കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് മൈനിങ്ങിന് പോയി കുറച്ച് മൈനിങ് അല്ല, നമുക്ക് പോയി മരം വെട്ടാം. ലാഗുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ നോക്കിയിട്ട് സ്പ്രൂസേ ഉള്ളായിരുന്നു. സ്പ്രൂസ് മരം നമ്മളിവിടെ ഈ മഞ്ഞ ബയോമിൻ്റെ അടുത്താണ് സ്പോൺ ആയത്. അതാണ് ഗൈസ് ഇവിടെ തന്നെ. ഓ, ഇവിടെ നിന്ന് ഞാൻ മരം വെട്ടിയായിരുന്നു. എൻ്റെ സാപ്ലിങ് ഉണ്ടായിരുന്നു. സാപ്ലിങ് എൻ്റെ കയ്യിലില്ല ഗൈസ്. താഴെ ഗൈസ് അവിടെ മരം നിൽപ്പുണ്ട്. നമുക്കത് പോയി മാന്താം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ മരം. താഴെ ഗൈസ് ഇവിടെ കുറച്ച് കോഴിയൊക്കെ നിൽക്കുന്നു. നമുക്ക് പിന്നെ മൈൻക്രാഫ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്ന് ഗൈസ്, അതായത് ഈ കോഴികളിൽ നിന്ന് മുട്ടയിടല്ലോ, അതെല്ലാം കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്നത്. അതാകുമ്പോൾ കുറേ കോഴിക്കുഞ്ഞുണ്ടാവും.
അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചിക്കൻ ഫാം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതിനെ കൊല്ലാനല്ല, ഒരു കൂടുണ്ടാക്കിയിട്ട് ഹോപ്പറൊക്കെ വെച്ച് നമ്മൾ ഇതുണ്ടാക്കണം, ബോക്സ് പോലെ. എന്നിട്ട് അതും കൊണ്ട് നമ്മൾ ഹോപ്പർ അടി വെക്കുമ്പോൾ അത് ആ മുട്ട ഇടുമ്പോൾ നമുക്ക് ഹോപ്പറിലോട്ട് വീഴും. അത് ഹോപ്പറിലോട്ട് വീണ് നമുക്ക് ഇങ്ങനെ കുറേ മുട്ട കിട്ടും. എന്നിട്ട് നമ്മളൊരു സംഭവം ഫെൻസൊക്കെ വെച്ചൊരു കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ആ മുട്ട കയറുന്ന കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. എന്നിട്ട് അത് വലുതാകുമ്പോൾ കോഴിക്കുഞ്ഞ് വലുതാകുമ്പോൾ വലിയ കോഴിയാവും ഇതുപോലെ. എന്നിട്ട് അതിനെ കൊന്ന് നമുക്ക് ചിക്കൻ എന്നിട്ട് വറുത്ത് നമുക്ക് തിന്നാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഫാമിൻ്റെ കാര്യം. ഗൈസ് നമ്മുടെ വീട് ഓക്കെ ഗൈസ്, നമുക്കിനി ചെസ്റ്റ് ഉണ്ടാക്കി ഇവിടെ വെക്കാം. തൽക്കാലത്തേക്ക് ടെമ്പററി ചെസ്റ്റ് ഉണ്ടാക്കി നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ചെസ്റ്റ് ഒരു 5 ചെസ്റ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിനി മീൻ പിടിക്കാനായിട്ട് ഇരിക്കുന്നു. എൻ്റെ കയ്യിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ മീൻ പിടിക്കാം, അല്ലെ വീട് വെക്കാം. ഞാൻ ഓഫ്ലൈനായിട്ട് ഇന്ന് വീടുണ്ടാക്കാം ഗൈസ്, അതാണ് നല്ലത്. നമുക്ക് ശനിയാഴ്ച എന്നാൽ വീടുണ്ടാക്കാം ഗൈസ്. ശനിയാഴ്ച ആകുമ്പോൾ അവധി, എനിക്ക് ബാക്കിയുള്ള ആഴ്ച സ്കൂളിൽ പോകണ്ടേ. ഓക്കെ ഗൈസ്, നമുക്ക് പോയി ഔട്ട്ഡോർ പറയാം. കഥ നടക്കണേ. ഓക്കെ.